السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد عبدك ونبي ورسولك النبي الأمي وعلى آله وصحبه وسلم تسليما بقدر عظم ذاته في كل وقت وحين. أما بعد، بسم الله الرحمن الرحيم. إن الله ملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه. صدق الله المولانا العظيم. من صلى عليك صليت عليه. صدق رسول الله صلى الله عليه وسلم. തിരുമുസ്തഫ നബിമേൽ സ്വലാത്ത് ഓതേണ്ടത് ഖുർആൻ ഷരീഫിൽ തന്നെ കൽപ്പന വന്നത്. സദസ്സിൽ സ്വലാത്ത് നീ ചൊല്ലണം, വന്നെങ്കിലും പൊറുക്കപ്പെടും. അതിൽ വന്നു പോയ എന്തെങ്കിലും ഷെയ്ഖും ഒരാൾക്കില്ലാതിരുന്നാൽ മദീദ് എന്ന സുഹൃത്തെ സൂഫികൾ പറയുന്നത്. സ്വലാത്ത് കൂടുതൽ ആറ് ചൊല്ലുന്നുണ്ട് അവൻ നാളെ നബിയോട് അക്രബാണെന്നുണ്ട്. പ്രാർത്ഥന കബൂല് ചെയ്യുന്നതിന് ഇത് വേണ്ടതാ എന്നും ഉമർ ഖത്താബ് എന്നവർ പറയുന്നതാ. റബ്ബിൻ്റെ കോപമടക്കുവാൻ ഉതകുന്നതാ. അതുപോലെ റിള കിട്ടുവാൻ ഏറ്റവും നല്ലതാ. ഖബറും സിറാത്തും നൂറിനാൽ ലംഘുന്നതാ. ഇവയൊക്കെയും തിരുനാവ് കൊണ്ടരുൾ ചെയ്തതാ. മസീദന മൗലാന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു റസൂലിൻ്റെ സ്വലാത്ത് ചൊല്ലുക അള്ളാഹുടെ കൽപ്പനയല്ലേ പരിശുദ്ധ ഖുർആനിൽ. ഏതെങ്കിലും ഒരു സദസ്സിൽ ഇന്നെങ്കിൽ ആ സദസ്സിൽ പിരിഞ്ഞു പോകുന്ന ഒരു സ്വലാച്ചുണ്ടെങ്കിൽ ആ സദത്തിൽ എന്തെങ്കിലും വന്നു അള്ളാഹ് നഷ്ടമായി വന്നു എല്ലാം മാഫാടും. ഷെയ്ഖും ഒരാൾക്കില്ലാതിരുന്നാൽ ആർക്ക് ഷെയ്ഖില്ല അങ്ങോ ഷെയ്ഖ് അള്ളാഹ് റസൂലാവിടും എന്ന് സൂഫി വര്യന്മാർ മഹാന്മാർ ചെന്നൊരാൾ. പിന്നെ സ്വലാത്ത് കൂടുതൽ ആറ് ചൊല്ലുന്നുണ്ട്. ആറ് സ്വലാത്ത് ആറാക്കിക്കൊണ്ടേക്കിടാ. അവനക്ക് നാളെ നബിയോട് അക്രബാണെന്നുണ്ട്. അവൻ നബിയോട്ട് ഭാരി മുട്ടയിക്കടാ. പ്രാർത്ഥന കബൂൽ, അവൻ്റെ ദുആ അള്ളാഹു സ്വീകരിക്കടാ എന്നാണ് ചൊല്ല ഉമർ ഖത്താബ് റളിയല്ലാഹു. റബ്ബിൻ്റെ കോപ്പം ഇക്കില്ല അവനക്ക്. റബ്ബുടെ കോപ്പം അവനക്ക് ഇക്കില്ല. അത് റബ്ബുടെ കോപ്പം സമയം സമ്പാദനാക്കിയാണെങ്കിൽ അത് കോപ്പം ഇല്ലാണ്ടാക്കിട്ട് സ്വലാത്ത്. അതുപോലെ അള്ളാഹുടെ റിള, അള്ളാഹുടെ തൃപ്തി കിട്ടവും നല്ല മധ്യവർത്തി സ്വലാത്ത്. ഖബറും സിറാത്തും എന്താവിടെ ഖബറിലും സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിൽ ആ സ്വലാത്ത് 100 കൊണ്ടു അവനെന്താവിടെ നല്ല ബച്ചാവ് അവിടെ. ഇതെല്ലാം ചെല്ലാറ് അള്ളാഹുവിൻ്റെ റസൂൽ. അപ്പോൾ സ്വലാത്ത് കൊണ്ട് മനുഷ്യന്മാർക്ക് ലാഭത്തിന്മേൽ ലാഭമേ ലാഭം. എത്ര ലാഭചിന്യ സുബ്ഹാനല്ലാഹ് ചരിത്രേക്കുറും. സ്വലാത്തുടെ ഫലായിൽ ചെന്ന് തീർക്കുകയാവില്ല. എത്ര നോക്കുക ഓരോ മനുഷ്യന്മാർ അള്ളാഹുടോ. അതായത് മനുഷ്യന്മാർ എല്ലാവരും ഉമ്മയുടെ ഗർഭാശയത്തിലിരിക്കുമ്പോഴത്തേ അങ്ങ് എഴുതപ്പെട്ടത് എന്തോ അങ്ങ് 4 കാര്യം എഴുതപ്പെട്ടത്. അത് ഒരു കാര്യം ഒന്നിരിക്കലോ അവന് ഷഖി പരാജയപ്പെട്ടവണ്, അല്ലെങ്കിൽ സഈദ് അവന് വിജയിയായി അവനും എന്ന് എഴുതപ്പെട്ടത്. അണ്ടേ എല്ലാവരും എഴുതപ്പെട്ടത് 4 കാര്യത്തിൽ ഒരു കാര്യം അതായിട്ട്. അപ്പോൾ അതൻ്റെ അള്ള തീരുമാനിക്കും. ആ തീരുമാനത്തെ ബദലാക്കുക എന്തെങ്കിലും ആവിടെ. അള്ളാഹു തീരുമാനാക്കിയതിനെ ബദലാക്കുക എന്തെങ്കിലും ആവിടെ അള്ളാഹുടെ തീരുമാനത്തെ എന്ന് അള്ളാഹുൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എതിരിൽ ഒരു നാൾ സുലൈമാൻ നബി അലൈഹി സ്വലാമുടെ ശിഷ്യ. സുലൈമാൻ നബി അലൈഹി സ്വലാമുടെ ശിഷ്യ നോക്കൂ, അള്ളാഹുൻ്റെ റസൂലിൻ്റെ സ്വഹാബി നോക്കൂ. ഗൗസുല്ലാഹ് ഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളോ മുരീദ് നോക്കൂ. ആരത് കുത്തിബത്തിൽ നിങ്ങൾ കേട്ടാറ് ഷംഹൂറസ്. ഷംഹൂറസ് ഒരു ജിന്നത്. ഷംഹൂറസ് കുത്തിബത്തിൽ ഫാത്തിഹ അൽ ഫാത്തിഹ ഇതിലുണ്ട് ഫസ്റ്റ് സ്റ്റാർട്ടിൽ. അതൊരു ജിന്നായിട്ട് കിട്ടും. അപ്പോൾ ഒരു നാൾ ആ ജിന്നുമായിട്ട് അള്ളാഹുൻ്റെ റസൂൽ ഇങ്ങനെ സ്വലാത്തിൻ്റെ വിഷയം പല കവഞ്ഞുണ്ടിരിക്കുമ്പോഴത്തേക്ക് അള്ളാഹുൻ്റെ റസൂൽ ആ ജിന്നോട് കേട്ടത്. കാരണം സുലൈമാൻ നബി കാലത്തിലേ ഉണ്ടല്ലേ. അണ്ട് സുലൈമാനോട് ശിഷ്യമൊക്കത് ഇപ്പോൾ അള്ളാഹുൻ്റെ റസൂലെ കണ്ടെടുത്തത് ഈ സ്വഹാബിയത്ത് അണ്ടുണ്ടല്ല. അപ്പോൾ അള്ളാഹുൻ്റെ റസൂൽ കേടുത്ത് പറക്കത്ത മധ്യത്തിൽ ഉമ്മയുടെ ഗർഭാശയത്തിൽ എല്ലാ മനുഷ്യന്മാരെ ഡിസൈഡ് ആവണം. എന്തൊരു തീരുമാനം അവിടെ ഒന്നിരിക്കലോ ഷഖീ പരാജയപ്പെട്ടവണു അല്ലെ സഈദ് വിജയിച്ചവണു എന്ന് ഉണ്ടാവണല്ലേ. ഉണ്ടായതരെ ചേഞ്ച് ആക്കുമല്ലോ. എന്തെങ്കിലും മധ്യവർത്തി ഉണ്ടാ എന്ന് കേൾക്കൂടാറ് അള്ളാഹുൻ്റെ റസൂൽ കേൾക്കൂടാറിട്ടു ഷംഹു റസൂൽ ഷംഹു കേൾക്കട. അപ്പോൾ ആ ഷംഹു റസൂൽ ഉത്തരം നോക്കറു അള്ളാഹു റസൂലാനം അള്ളാഹും അള്ളാഹുൻ്റെ റസൂലിಗೆ ಗುಂತುಂಡು എന്ന് ചെന്നോ ഷംഹു റസൂൽ ജിന്ന്.
അപ്പോൾ അള്ളാഹ് റസൂൽ ചെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തീരുമാന സമയത്ത് ചേഞ്ച് ആക്കുമല്ലോ ರೂಟುಂಡು ಆಚೆ ಅದಕ್ಕೂ ಒಂದು ಮಾರ್ಗ ಉಂಡು ಅದಕ್ಕೂ ಒಂದು ಮಧ್ಯವರ್ತಿ ಉಂಡು ಎಂದರು ಆ ಕಿಡಾವು ಜನಿಸಲ್ ಪಿನ್ನೆ ನಂಡ ಪೇರ್ಲು ಸ್ವಲಾತ್ ಯಾರಾಕಿತ್ತೆಂಗ್ಲಿ ನಂಡ ಪೇರ್ಲು ಸ್ವಲಾತ್ ಧಾರಾಳ ಚೆಂತೆಂಗ್ಲಿ ಆ ಶಕಾವತ್ತು ಪರಾಜಯപ്പെട്ടവನು എന്ന് എഴുതപ്പെട്ടതിരെ അള്ളാഹുവിൻ്റെ കട സആദത്ത് വിജയിച്ചവನು എന്ന് എഴുതറാ എന്താ കട സുബ്ഹാനല്ലോ എത്ര വലിയ ഭാഗ്യ ഒരു മനുഷ്യ സക്കാവത്ത് ചെന്നെങ്കിൽ അവನು പരാജയപ്പെട്ടവನು അവൻ നരകത്ത് പിന്നെ ഉള്ളു എന്ന് അല്ല എഴുതിയതിരെ പോലും എന്താവു തിദ്ദിറ് അള്ളാഹ് റസൂലിൻ്റെ പേരിലുള്ള സ്വലാത്ത് സുബ്ഹാനല്ലോ സ്വലാത്ര മഹത്വം ചെന്ന് തീർക്കാൻ സാധ്യമുണ്ടോ ഇല്ല. ഈ സംഭവത്തെ ഈ ഘടനയുടെ ഈ ചരിത്രയുടെ മഹാനായ ഇമാം മുഹമ്മദ് ബിൻ ജാഫർ അൽ ഖത്താനി അവരുടെ ಕಿತಾಬು ಸಿಲತುಲ್ ಅಂಫಾಸ್ ಚೆಲ್ಲೋ ಕಿತಾಬುಲು ಈ ವಿಷಯ ಚೆಲ್ದು സുബ്ഹാനല്ലാ. അപ്പോൾ എന്താ അവിടെ സ്വലാത്ത് കൊണ്ടു എത്ര ചെന്ന് പരാജയപ്പെട്ട എന്ന് എഴുതപ്പെട്ടവണ് പോലെന്താ അവിടെ വിജയ് അവിടെ സആദത്ത് വിജയ് അവിടെ സഈദ് അവിടെ എന്താ അവിടെ സഈദ് അവിടെ സുബ്ഹാനല്ലാ. അപ്പോൾ എന്തുകൊണ്ട് സ്വലാത്ത് കൊണ്ടു എന്തൊരു ചെന്നെങ്കിൽ അത് സമയത്ത് പോലും ചേഞ്ച് ആവണം. അതുകൊണ്ട് ധാരാളം സ്വലാത്ത് ചെല്ലണം. ആവ പഠിച്ചവനെ ജസല്ലാഹു അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ സ്വലാത്ത് അങ്ങനെ സ്വലാത്ത് ധാരാളം ചെല്ലു. സ്വാലിഹീങ്ങളെ കൂടുതൽ ഞങ്ങൾ നീ പെടുത്തുക അല്ലാഹ്. ഞങ്ങളെല്ലാം എപ്പോൾ സദാ ഞങ്ങൾ നാവിൽ എപ്പോൾ സ്വലാത്ത് ചെന്നുകൊണ്ടിരിക്കുള്ള ഭാഗ്യ നമ്മൾ എപ്പോൾ നീ ഉണ്ടാക്കുക റഹ്മാന്. ഞങ്ങൾ അതിന് വേണ്ടി കായികവും ശക്തിയും ആത്മോന്നത്തി എന്തെല്ലാം ആവശ്യപ്പെടുത്തവനെ അതെല്ലാം നീ പ്രദാനം ചെയ്യണം. എന്തിനെ അള്ളാഹ് റസൂൽ എന്ന് പറയാം ഖുദ്സിയാദിൽ അള്ളാഹു ചൊല്ലു പാട്ടിയോ മൻ സല്ല അലൈക സല്ലൈതു അലൈഹി. നബിയെ ചൊല്ലുറു ജിബ്രീൽ കടത്തി ചെന്നു നബിയെ ചൊല്ലണം നിങ്ങൾ ഉമ്മത്തിമാരുന്നോട്ട് നിങ്ങളെ പേരിൽ ആരോട് സ്വലാത്ത് ചെന്തെങ്കിലും അവൻ്റെ പേര് നാ സ്വലാത്ത് ചെല്ലുടെ നാ സ്വലാത്ത് ചെല്ലുന്നു അള്ളാഹുടെ കിർഫ നിങ്ങളെ മേലെ ഇറങ്ങിയിട്ടേക്കില്ലേ സദാ. പിന്നെ വമൻ സല്ലമ അലൈക സല്ലം തു അലൈഹി. അവൻ സലാം നിങ്ങൾ ചെന്നാണെങ്കിൽ ഞാൻ അവൻ്റെ മേൽ സലാം ചെല്ലുടെ എന്ന് ആര് ചെന്നു അല്ല ചെന്നതിരെ ജിബ്രീൽ വന്ന് ചെല്ലു അള്ളാഹ് റസൂലിട്ടു. അപ്പോൾ അള്ളാഹു സലാം ചെന്നെങ്കിൽ ഞങ്ങളുടെ പേരിൽ അള്ളാഹു സലാം ചെല്ലടാ. അപ്പോൾ ആ കാണും കൊണ്ട് എന്താവൂ ഞങ്ങ രക്ഷപ്പെടാ. ഇത് കേട്ടപ്പോൾ ആറ് അള്ളാഹ് റസൂല് സുജൂദ് മൂന്ന് കൊടുത്തു ശുക്രായിട്ട് അള്ളാഹുഗോ. അപ്പോൾ സ്വലാത്ത് വലിയ ഗ്രേറ്റസ്റ്റ്. അതുകൊണ്ട് സ്വലാത്ത് ധാരാളം ചെല്ലുക നീ ഭാഗ്യം ഉണ്ടാക്കുക റഹ്മാനെ. ഞങ്ങളെല്ലാവരും നീ പഠിച്ചതിന് ഖൈർ അഹ്ലുകാരെ കൊടുത്താക്കുക അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് അഖീദ പ്രകാരം ജീവിക്കും മരിക്കും ഭാഗ്യം ഉണ്ടാക്കുക അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.